വന്ന് നമ്മൾ കിടക്കുന്നതൊക്കെ നോക്കും. അതുപോലെ തന്നെ അച്ഛൻ പിടിക്കുന്നത് വേറൊരാൾ പിടിക്കുന്നത് അതുപോലെയല്ല. പക്ഷെ അച്ഛൻ പിടിക്കുന്നത് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയും ആവശ്യമല്ലാത്ത ഭാഗത്തൊക്കെ ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോകാൻ ഒരു പേടിയാണ്. അവര് ഈ വർഷത്തെ SLC പരീക്ഷ പോലും എൻ്റെ മക്കൾ എഴുതിയിട്ടില്ല. ഇളയ മോളെ വായിക്കാത്തുകൊണ്ടൊന്ന് മദ്യം ഒഴിച്ചു കൊടുത്ത് ശരീരം നന്നാവുന്ന മരുന്നാണ് മോളെ എന്നും പറഞ്ഞു. ഒരു വാഴിക്കൊണ്ടൊന്ന് ഒഴിച്ച് തന്നായിരുന്നു അച്ഛൻ. ഇത് മരുന്ന് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. ചെറിയൊരു മധുരമൊക്കെ ഉണ്ടായിരുന്നു, ചെറിയൊരു സ്മെല്ലും ഉണ്ടായിരുന്നു. പറഞ്ഞത് കഷായമാണ് മോളെ, അതിലിങ്ങനെ മധുരവും സ്മെല്ലൊക്കെ കാണും, ശരീരം നന്നാവുള്ള മരുന്നാണെന്നും പറഞ്ഞാണ് എനിക്ക് കൊണ്ടുവന്ന് തന്നത്. പുറത്തോട്ട് ഇറങ്ങാൻ ഇവർക്ക് പേടിയാ. ആരടുത്തെങ്കിലും മിണ്ടാൻ തന്നെ SLC പരീക്ഷ എഴുതിയിട്ട് ഞാൻ അടുത്ത വർഷം സ്കൂളിൽ നിന്ന് SLC പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് വിളിച്ചു. പത്തവും ഞാൻ പൊതുക്കി വെച്ച് ഞാൻ എൻ്റെ പെൺമക്കളെയും കൊണ്ട് നടത്തി. ടെറസ് വീടാണ് മോളെ. അതിന്റെ വെന്റിലേറ്റർ വഴി അനവധി ദിവസങ്ങളിൽ വന്ന് കുഞ്ഞുങ്ങൾ കിടക്കുന്ന മുറിയിൽ വന്ന് എത്തി നോക്കും. പേടിച്ചവര് കടന്ന് വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ആരാ വന്ന് ഇവിടെ വന്ന് നിൽക്കുന്നു, പൂച്ചയാണോ എന്തോന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോഴത്തേന് ശരീരം പകുതി ആ വെന്റിലേറ്ററിന്റെ കീത്തൂടെ മുറിക്കകത്തോട്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ഭാവി ചെയ്ത് തുടങ്ങുന്നേ? ഇങ്ങനെ മുട്ടി ഒരുമിക്കൊണ്ട് പോയി എൻ്റെ മക്കളെ കണ്ട മിണ്ടൂല. നീ എൻ്റെ അടുത്ത് നീ മിണ്ടണ്ട, എനിക്ക് നീ 10 പൈസ നീ തരണ്ട, 10 പൈസ എനിക്ക് തരണ്ട മക്കളെ. അയാള് ജനിപ്പിച്ച കൊച്ചുങ്ങളല്ലേ, 1 രൂപ പോലും എൻ്റെ കൊച്ചുങ്ങൾക്ക് കൊടുക്കുക. അവിടെ ഒരു ഓണമായ നിനക്കറിയാമോ, തിരുവോണത്തിന് എൻ്റെ അമ്മയും സഹോദരങ്ങളും സന്തോഷമായിട്ട് അവർ ആഹാരം കഴിച്ചപ്പോൾ ഞാനും എൻ്റെ കൊച്ചുങ്ങളും പട്ടിണി. 1 മാസം ആ വീട്ടിൽ പട്ടിണി. അത് നിമിഷം എൻ്റെ കൊച്ചുങ്ങൾ അയാളെ വലയിലാവും. അതിനുള്ള നീക്കങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. അതിൽ കാണുന്ന അതേ രീതിയിൽ ഞാൻ നിൽക്കാത്തതിന്റെ പേരിൽ ഒരുപാട് എന്നെ ഉപദ്രവിച്ച്, അതേ രീതിയിൽ ഞാൻ നിൽക്കാത്തതിന് ഞാൻ കരഞ്ഞിട്ടുണ്ട് അയാളെ മുമ്പിൽ. ഞാൻ TV-യിൽ അതെന്നെ കാണിച്ച് ഞാൻ പറഞ്ഞു, എനിക്കിതൊന്നും എനിക്ക് കാണണ്ട, ഇതുപോലെ നിങ്ങളടുത്ത് കഴിയാൻ എനിക്ക് ഒക്കില്ല. അന്ന് എന്നെ അടിച്ച് എൻ്റെ തല അടിച്ച് പൊട്ടിച്ച് പാരിപ്പള്ളി ആശുപത്രി കൊണ്ടുപോയി തയ്യലിടാൻ പോയപ്പോഴത്തേന് എൻ്റെ അമ്മാവി എൻ്റെ അടുത്ത് പറഞ്ഞു, മക്കളെ നീ ആശുപത്രിയിൽ ചെന്നാൽ ഇവ ഉപദ്രവിച്ചെന്ന് പറയരുത്, അത് കേസിന്റെ വഴിക്ക് പോകും. അപ്പോഴെൻ്റെ ഭർത്താവ് പറഞ്ഞതാ, നീ കേസ് കൊടുത്താൽ നിന്നെ തൂക്കാനുള്ള വഴി എനിക്കറിയാം. നിവർത്തിയിട്ട് ഞാൻ ഈ മീഡിയക്കാരുടെ മുമ്പിൽ ഞാൻ ഇത് അവതരിപ്പിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ, ഒരു മദ്യപാനി, സംശയരോഗി, അയാൾ ആ മനസ്സിലുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളടുത്ത് പെരുമാറുമെന്ന് എനിക്ക് പെൺകുട്ടികൾ പോകാൻ പറ്റാതെ ഹാജരൊക്കെ കുറഞ്ഞത്. അങ്ങനെ അച്ഛനെ പേടിച്ചായിരുന്നു വീട്ടിൽ നിന്നത്. ഒരു ദിവസം വീട്ടിൽ ഇങ്ങനെ അച്ഛനും അമ്മയും കൂടെ വഴക്കൂടിയുമ്പോൾ അമ്മനെ ഒരുപാട് അടിച്ച് കൊല്ലുമെന്ന് വിചാരിച്ച് ഞാൻ അവരെ ഇടയ്ക്ക് നിന്ന് കയറിയപ്പോഴാണ് അച്ഛൻ മാറി നിൽക്കാന്ന് പറഞ്ഞ് എന്നെ പട്ടിയലിനെ അടിച്ചത് കാലിൻ്റെ തോടെ ഭാഗത്ത്. ഈ പഴുപ്പും വെള്ളമായിട്ട് കുറേ ദിവസം അങ്ങനെ പോയി. അങ്ങനെ പിന്നെ മരുന്നൊക്കെ വെച്ചാണ് അത് പുറത്തത്. പോകത്തില്ല, പിന്നെ അച്ഛൻ്റെ അടുത്ത് നിൽക്കത്തില്ല. അച്ഛൻ പോരെ ഇരിക്കുകയാണെങ്കിൽ അടുത്ത് പിടിച്ചിരുത്തി നമ്മൾ നിൽക്കത്തില്ല. കൈയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് പോകുമ്പോഴേ അച്ഛൻ അങ്ങനെ പിടിച്ച് നിർത്തും. ആ ഒരു ഇതിലാണ് അച്ഛൻ വഴക്കുണ്ടാക്കുന്നത്. നമ്മൾ അച്ഛൻ്റെ അടുത്ത് ചെല്ലാത്തതുകൊണ്ട്. സംഭവിക്കുന്നതിന് മുമ്പേ എന്റെ ജനങ്ങൾ ഇതൊന്നും കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സഹായിക്കാത്ത ഒരു മണ്ണോ ഒരു വീടോ ഒന്നും എനിക്കില്ല. ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് എത്ര നാളെ ഞാൻ ഇങ്ങനെ ഓടുമ്പോളെ ഞാൻ ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആരുടെ ഒന്നും ഞാൻ ഇതുവരെ പറഞ്ഞു